ഇത് കറ്റാർ വാഴ 2 എണ്ണം ഉണ്ട്. ഇത് സ്ട്രോബെറി. ഫലങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ ടൈപ്പ്, ഒരു പഴയ ടൈപ്പ് സ്ട്രോബെറി, ഇച്ചിരൂടെ പറിച്ച് നടാറായ സ്ട്രോബെറിയാണ്. പിന്നെ ഏതാണ്ട് ഇച്ചിരൂടെ വേറെ സ്ട്രോബെറി. ഇതിനകത്തൊക്കെ എല്ലാം ഇതുവരെ പഴുത്തതെല്ലാം പറിച്ച് കഴിഞ്ഞതാ. ഇതിനകത്തുണ്ടല്ലോ, ഇത് കണ്ടോ പഴുത്ത് നിൽക്കുന്നത്. നാളത്തേക്ക് ഇത് കംപ്ലീറ്റ് ചുവപ്പ് നിറമാകും. അതുവരെയുള്ളതെല്ലാം പറിച്ച് പിള്ളേരെല്ലാം പറിച്ച് കഴിഞ്ഞു. അതുപോലെ കുറേ സ്ട്രോബെറി ഉണ്ട്. അതുണ്ട് ഇത്രയും സ്ട്രോബെറി. ഇതാണ് പപ്പയും മമ്മിയോട് ഉണ്ടായിരുന്ന സമയത്ത് നട്ടിരുന്ന മുന്തിരി ഒരെണ്ണം. അത് മുന്നോട്ടും ഇല്ല പുറകോട്ടും ഇല്ലാത്ത രീതിക്ക് ഇങ്ങനെ നിൽക്കുവാണ്. മറ്റേത് ഓൾമോസ്റ്റ് പഴുത്ത് പോയി വെച്ചിട്ട് പിന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അത് 2ാമത്തെ മുന്തിരി. ഇത് ഏറ്റവും അവസാനം നട്ടേ, ഇത് പപ്പ നട്ടാന്ന് തോന്നുന്നു. ഇത് പ്ലം പിടിച്ചു, കായ്ച്ചൊന്നുമില്ല. ഇത് സർവ്വസുഗന്ധി. കണ്ടോ, ഈ വെള്ളം ഒഴിക്കുക, കണ്ടോ ഈ വെള്ളം ഒഴിക്കുക, സർവ്വസുഗന്ധി. അത് ചെറിയാണോ? അതെ, ചെറി. അത് പപ്പായൊക്കെ ഉള്ള സമയത്ത് നട്ടതാണ്. ആരാ നട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഇതാടി, ഇതെന്നായിരുന്നു? ഇത് പേർ. കൊച്ചിനത് കാണാതെ ഓർമ്മയുണ്ട് അതിനാരൊക്കെ പേർ. ഈ വെള്ളം ഒഴിക്കുന്ന കാണിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുക. ഒഴിച്ചോ. വലിയപ്പയും വലിയമ്മയും കണ്ടോളൂ. ഈ ആയും അതിനാരെയും കൂടെ ഒന്നിച്ച് വെള്ളം ഒഴിക്കുവാണേ. വീഴരുത് അതിനാരാ. പേർ കഴിഞ്ഞു. പിന്നെ ഇതൊന്നും വലിയ ഇതില്ല, ആരോഗ്യമില്ല. ആപ്പിള് ചേട്ടൻ്റെ ഫേവറേറ്റ്. ഇതും പപ്പായാണോ നട്ടത്? പപ്പായ കണ്ടിട്ട് ഈ ലെയറിലുള്ളത് 1.5 കെട്ടുള്ളത് പപ്പായും ചേട്ടനും കൊണ്ട് നട്ടായിരുന്നു. അത് ഗ്രീൻ ആപ്പിൾ, ഗോൾഡൻ ആപ്പിള്. ഇതാണ്. ഓക്കെ. ഈ വെള്ളം ആവശ്യത്തിനായി. വേറെ ചെടിക്ക് മാറി ഒഴിക്കുന്നില്ല. ഇത് ആ സമയത്ത് അതിനൊക്കെ പപ്പയും മമ്മി വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് നട്ട ആപ്പിളായിരുന്നു. ഇത് ജെയിംസ് ക്രീവ് എന്നൊരു ആപ്പിൾ. ഇതുണ്ടോ ആപ്പിളൊക്കെ കായ്ച്ചു നിൽക്കുന്നത് ഉണ്ടോ? പറിക്കാറായില്ല. കുറേ പച്ചക്കായൊക്കെ ലിയ പറിച്ച് കളഞ്ഞായിരുന്നു ഓൾറെഡി. കുറേ ഇല്ല, പറിക്കാറായിട്ടില്ല. ഇതെന്നായിരുന്നു? കിവി. ഇത് കിവി. അതും ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നട്ട പയർ എല്ലാം ഒച്ചു കൊണ്ടുപോയി. ഇനിയിപ്പോൾ അതിനകത്തൊന്നും ഇല്ല. ഇനി ഒന്നും കൂടെ നടണ്ട വരും. ഇതെന്തുവാ? ഇത് ഒരു ആപ്പിളാണ്. ആപ്പിളാടി, കണ്ടോ ആപ്പിളിന് എഴുതിയിരിക്കുന്നത് ആപ്പിളാ. ഇതിനകത്ത് ഇതന്നെ ഒരു സൈസ് ചെറിയ ടൈപ്പ് ആപ്പിളാണ്. കുഞ്ഞാപ്പിള്. അതാണോ അപ്പം വന്നപ്പോൾ ചീത്തയായി തുടങ്ങി എന്ന് വേണ്ടി പറഞ്ഞു. അതാണോ മറ്റേതാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇത് വലുതാവുന്ന ആപ്പിളാണ്. അതിനകത്ത് ചെറുതായിട്ടേ ഉള്ളൂ, ഒരുപാടായിട്ടില്ല. ഇത് അടുത്ത ചെറിയ ടൈപ്പ് ചെറിയ ആപ്പിള്. ഇതെല്ലാം ഇത് കണ്ടോ ഈ വലുപ്പത്തില കുഞ്ഞായിരിക്കും. ഒരു കാരകവയാണ്. പിന്നെ ലൈറ്റുകളെല്ലാം പപ്പ വെച്ചിട്ട് പോയതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്, അതിനിടയ്ക്ക് ഇരിപ്പുണ്ട്. പിന്നെ അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഒരെണ്ണം ഇവിടെയാണ്. രാത്രിയാകുമ്പോൾ നന്നായിട്ട് തെളിയും. പിന്നെ ഇതാണ് അതിനാര നട്ട ക്യാരറ്റ്. ഉണ്ട് ക്യാരറ്റ്, കുഞ്ഞു ക്യാരറ്റുകൾ ഉണ്ടോ? കുഞ്ഞു ക്യാരറ്റുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? കാണാമോ? കൈ മാറ്റിക്കാനാരാ? അത് ക്യാരറ്റ്. ഇത് അടുത്ത ആപ്പിള്. ഇതാണ് ഞാൻ പറഞ്ഞ ഭാരം കൊണ്ട് ചെരിഞ്ഞ് വീണ് പോയത്. കുറേ ആപ്പിളുകളുണ്ട്. അതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് പുറകോട്ട് മറിഞ്ഞു പോയി. വലുതായിട്ടൊന്നുമില്ല, വലുതായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്നാ ഉള്ള ഇത് ബീറ്റ്റൂട്ട്. വേണ്ടോ? ഇതിലും വലുതായായിരുന്നു കാര്യം. ചേട്ടൻ പുല്ല് എത്തുന്ന കൂട്ടത്തിൽ ഇത് കാണാതെ പോയി. പലവട്ടം ചവിട്ടിയും കളഞ്ഞു, പുല്ലും ചെത്തിയും കളഞ്ഞു പോയി. അതിനിടയ്ക്ക് പിന്നെയും അതിൻ്റെ മാത്രം കഴിവും കൊണ്ട് വളർന്നു വരുന്ന സാധനമാണ് ഈ ബീറ്റ്റൂട്ട്. അതെ. പിന്നെ ഇത് മിൻറ്റ്, നമ്മുടെ പുതിനയില. അതൊരു ടൈപ്പ് പുതിനയില. ഇത് വേറൊരു ടൈപ്പ് പുതിനയില, പൈനാപ്പിൾ മിൻറ്റ് എന്ന് പറയും. അതിനിടയ്ക്ക് കൂടെ വേറൊരു മിൻറ്റും കൂടെ ഉണ്ട്. ഇതും വേറൊരു മിൻറ്റ്. മുന്തിരികളല്ല. പിന്നെ അതെ മമ്മി ഒന്ന് നട്ടിട്ട് പോയ കുറേ കുരുക്കൾ ഒന്നിച്ച് കുരിശ് വരച്ച് നട്ടിട്ട് പോയാൽ അതിലൊരെണ്ണം പൊട്ടറ്റോ മാത്രം പിടിച്ച്. അവക്കാഡോയും കുറേ സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നട്ടില്ലായിരുന്നു. ബാക്കിയെല്ലാം പോയി. ഉരുളക്കിഴങ്ങ് മാത്രം പിടിച്ചു. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഇപ്പോഴത്തെ കൃഷി. ബൈ ബൈ വെൽക്കം. See you.